ഇനി 80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. ഒരു തുള്ളി ഇങ്ങനെ തൊട്ടാൽ മാത്രം മതി മുടി കട്ടക്കറുപ്പാവുകയും ചെയ്യും. മുടി ആർത്തികൾക്ക് അതുപോലെ താരനെല്ലാം പോകാനും സഹായിക്കുന്നതാണ്. അടിപൊളി ഇതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഒരു സാധനം വലിച്ചെറിഞ്ഞ് കളയരുതേ. ഇതുപോലെ ഒന്നാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര നരച്ച മുടിയുണ്ടോ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കൂ. ഒരു 20 മിനിറ്റുള്ളിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. നരച്ച മുടിയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ ഒരു സാധനം കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ വേണ്ടത് ചിരട്ടയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ചിരട്ടയാണ് ഇവിടെ കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇത് കണ്ടില്ലേ, ഞാൻ അടുപ്പിൽ ഒന്ന് വെച്ച് കത്തിച്ചെടുക്കുന്നത്. ഇപ്പം ഗ്യാസിനൊക്കെ വളരെ വില കൂടുതൽ, കത്തിപ്പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നിങ്ങൾ അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ കനലിലോട്ട് ഒരു ചിരട്ട വെച്ചിട്ട് ഒന്ന് കത്തിച്ച് എടുക്കുക. ഈ ചിരട്ട ഇപ്പോൾ നല്ല വിലയാണ്. വെളിയിൽ ഇപ്പോൾ ഓരോ കാര്യത്തിനൊക്കെ മേടിക്കാനൊക്കെ ആൾക്കാരുണ്ട് ചിരട്ട. അപ്പോൾ ആരും വലിച്ചെറിഞ്ഞ് കളയാതെ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. മുഖം നല്ല ഗ്ലോ ആയി കിട്ടാനൊക്കെ സാധിക്കും. നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡർ എല്ലാവരും ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടി കറുപ്പാക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ കത്തിച്ച് അതൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ. അപ്പോൾ നമുക്ക് എന്തോരം വേണം പൊടിച്ച് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കണം. എത്ര നാൾ വേണേലും വർഷങ്ങളോളം ഇത് ഇരിക്കും കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത്. അപ്പോൾ ഇത് കൈ തന്നെ നമ്മളൊന്ന് എടുക്കുമ്പോൾ ഇത് നല്ലപോലെ കറുത്ത് കിട്ടുന്നുണ്ട്. കണ്ട ഇതുണ്ടില്ലേ, ഇത് നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഇത് പൊടിഞ്ഞ് വരാൻ ഇച്ചിരി പാടായിരിക്കും. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യമുള്ളത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള എടുക്കാം. ബാക്കി ഞാൻ കുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 2 ടിപ്പാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 1 ടീസ്പൂണ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഈ 1 ടീസ്പൂണ് നമുക്ക് എടുത്തിട്ട് ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് തലയിലേക്ക് തേച്ചിട്ട് പുറത്ത് വരെ പോകാൻ പറ്റും. ഇത് തേച്ചുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പം നമ്മളിത് ഡൈ ചെയ്ത് ഒത്തിരി നേരം ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ട് പുറത്ത് പോകാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കണേ. അപ്പം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് കേട്ടോ. ഈ അലോവേര ജെല്ല് ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നരച്ച മുടികൾ നമ്മുടെ നെറ്റിയുടെ സൈഡിൽ ചെറിയ ചെറിയ ഹെയറൊക്കെ നരച്ച് കാണും. അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡർ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അതുപോലെ തന്നെ നമുക്ക് മുടി കിളുക്കാനും പിന്നെ താരം പോകാനും ഇതിനൊക്കെ വളരെ നല്ലതാണ് ചാർക്കോളിൻ്റെ പൗഡർ. അതുപോലെ എണ്ണ ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അലോവേര ജെല്ലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തലയിലേക്കാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ തലമുടിയിലേക്കും കുട്ടിയുടെയും പപ്പാടെയും ഒക്കെ തലയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുടിയിൽ ചെറിയ ചെറിയ ഹെയറൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയറിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ മുടിയുടെ ആ നരയുള്ള ഏത് ഭാഗമാണ് അവിടേക്ക് എടുത്ത് കൈ കുറച്ച് ഇതുപോലെ എടുക്കുക. എന്നിട്ട് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നിങ്ങൾക്ക് തലമുടി നരയുള്ള ഭാഗങ്ങളിൽ മാത്രം ഇത് പുരട്ടിയാൽ മതിയാകും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് എല്ലായിടവും തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് പിന്നെ ശക്തിയിൽ, അതായത് ഒത്തിരി ശക്തിയിലൊന്നും നമ്മുടെ മുടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് മസാജ് ചെയ്യുകയും ചെയ്യരുത്. നരച്ച മുടിയിലേക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു ചീപ്പ് ഉണ്ടെങ്കിൽ ചീപ്പ് കൊണ്ട് ഈരിയിട്ട് ഇത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ മുടിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചീപ്പ് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഈരി വെക്കുക. ഈരി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഈരി വെച്ച് നമ്മുടെ മുടി ഏത് സ്റ്റൈലിലാണ് കെട്ടുന്ന ആ മുടി അത് രീതിയിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാവുന്നതാണ്. തുണിയിലൊട്ടി പിടിക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ചീപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടല്ലേ, ഇതേ രീതിയിൽ ഈരി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, അത്ര ഒരു ബ്രൗൺ കളറിൽ ചിലർ മുടി ഇരിക്കും, അതായത് ചെമ്പിച്ച പോലെയൊക്കെ ഇരിക്കും. ആ മുടിയെല്ലാം കറുപ്പാക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നല്ലപോലെ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കാരണം മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ഇപ്പോൾ നല്ല വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ, നമ്മുടെ തുണിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഒരു മിക്സ് നമ്മുടെ തലയിൽ തേച്ചത് ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് മാറും. അത് നമ്മുടെ തുണിയിലോ അത് നമ്മുടെ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്ത് തലയിലൊന്ന് ഇതുപോലെ തൂത്ത് നിങ്ങളെ കാണിച്ച ടിഷ്യൂ പേപ്പറിൽ ഒരു തുള്ളി പോലും അത് ഒട്ടിപ്പിടിച്ചിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഞാൻ കാണിച്ചു തരാം
കേട്ടോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിലോട്ട് നോക്കി ഞാനത് ഒരു തുള്ളി പോലും ടിഷ്യൂ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ തുണിയിലും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് ശേഷം നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് അത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് എപ്പോൾ ഇത് തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തോട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തുണിയിലോ ഷാളിലോ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതാണ് ഞാൻ അങ്ങനെ ടിഷ്യൂ പേപ്പറിൽ കാണിച്ചത്. ടിഷ്യൂ പേപ്പർ നല്ല ശക്തിക്ക് ഞാൻ മുടിയിൽ ഒഴിച്ചിട്ട് പോലും ഒരു തുള്ളി പോലും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മുടി നല്ലപോലെ കറക്കാൻ വളരെ സഹായകരമാണ് ഈ ഒരു ടിപ്പ്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ടക്കരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കടുകെണ്ണ ഇത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കളർ കണ്ടില്ല, നല്ല അടിപൊളി ബ്ലാക്ക് കളറല്ലേ. അപ്പം ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചൊരു 1/4 കപ്പോളം ഒരു 2 ടീസ്പൂൺ കരി ഇത് നമ്മൾ പൊടിച്ചത് ഈ മിക്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് രാവിലെ എന്ന് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തലയിലേക്ക് ഇത് അതിൻ്റെ കക്കൻ അടിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു തെളിഞ്ഞ എണ്ണ ഉണ്ടല്ലോ, അതിനൊരു ബ്ലാക്ക് കളറായിരിക്കും. ആ എണ്ണ തേച്ച് നിങ്ങൾ എന്നും കുളിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും മുടി നല്ലപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാനും നരച്ച മുടി ഉണ്ടെങ്കിൽ കട്ട കറുപ്പാക്കാനും വളർന്നു വരുന്ന മുടി പോലും കറുപ്പായിട്ട് തന്നെ വളർന്നു വരാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നമ്മുടെ ആ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ആ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു റിസൾട്ടാണ്. നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പായിട്ട് നല്ല ഉള്ളോടുകൂടി ആർത്ത് വളരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത്. പിന്നെ ഇവിടെ കുറച്ച് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ നരകൾ കളയാനൊക്കെ വളരെ നല്ലതാണ്. കെമിക്കലൊന്നും മേടിച്ച് പണി മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നരച്ച മുടി എന്തോരം ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തലയിലേക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിലേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് കയ്യിലെടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ഒരുപാട് തലയിൽ കൂടെ ഒഴുകുന്ന രീതിയിലൊന്നും നിങ്ങൾ തലയിലേക്ക് ഒരു എണ്ണയും തേക്കരുത്. എന്നിട്ട് കുളിക്കുമ്പോൾ നമുക്ക് വീര്യം കുറഞ്ഞ ഷാമ്പു ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴുകുക. അല്ലെങ്കിൽ നിങ്ങൾ താളിപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കഴുകി കളഞ്ഞാൽ എണ്ണയാകുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി കളയണമല്ലോ. അപ്പം നിങ്ങൾ താളി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്ന് കുളിക്കുന്ന മുമ്പ് ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.